ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. SCERT ഫാക്റ്റ്. അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് കവർ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ SCERT 7ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമാണ്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. ഇപ്പോൾ ഈ ഒരു പാഠം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് പാഠത്തിലേക്ക് ഒരു ഹിൻറ്റ് നൽകിക്കൊണ്ട് ഒരു ചെറിയ കോൺവെർസേഷൻ്റെ രൂപത്തിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. കറുത്ത പൊന്നിനുമുണ്ടൊരു കഥ പറയാൻ. കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൻ പുറങ്ങളിൽ പുൽനാമ്പുകൾ തളർത്തിരുന്നില്ല. ഇത് തീറ്റ കമ്മിക്കിടയാക്കി. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിടുന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്നോർക്കുക. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വെറുതെ തന്നതല്ല. ഇവിടെ കുരുമുളകിൻ്റെ പ്രസക്തിയെ കുറിച്ച് പറയുകയാണ്. യൂറോപ്യൻസ് അവരുടെ ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് കുരുമുളകിനെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് കുരുമുളകിന് യവനപ്രിയ എന്ന ഒരു നാമം കൂടി കിട്ടിയിട്ടുള്ളത്, അല്ലേ, ഒരു വിളിപ്പേര് കൂടി കിട്ടിയിട്ടുള്ളത്. കുരുമുളകിന് പുറമെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി ഇതൊക്കെ യൂറോപ്യൻസിന് വളരെയധികം പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. ഈ 2 ഫാക്റ്റുകൾ നമ്മൾ ഇതിൽ നിന്നും പഠിച്ചിരിക്കണം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്താനുള്ള കാരണമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. അത് നോട്ട് ചെയ്യുക. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. ഇക്കാര്യം നമ്മൾ അത് വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന സമയത്ത് അത് പറയുന്നുണ്ട്. നമ്മൾ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പഠിക്കും. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. അപ്പോൾ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് ആണ് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇവരെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നത് സമുദ്രമാർഗമാണ്. അപ്പോൾ സമുദ്രമാർഗമുള്ളൊരു പാത കണ്ടെത്തിയില്ലായിരുന്നു എങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമായി മാറിയേനെ. പോർച്ചുഗലിൽ നിന്നും കോഴിക്കോട്ടേക്ക് അടുത്ത ഹെഡിങ് ആണ്. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോഡ് ഗാമയും സംഘവുമായിരുന്നു അത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഓർക്കുക, 1498 മെയ് മാസത്തിലാണ് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന തീരത്ത് പോർച്ചുഗലിൽ നിന്ന് വന്ന വാസ്കോഡ് ഗാമയും സംഘവും 3 കപ്പലുകളിലായിട്ട് കാപ്പാട് നങ്കൂരമിട്ടത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടല്ലേ, കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ
കോഴിക്കോട് ലക്ഷ്യം വെച്ച് വന്നു എങ്കിലും സാമൂതിരി രാജാവ് അനുമതി കൊടുക്കാത്തത് കൊണ്ട് കണ്ണൂരിലേക്ക് പോയി അവിടെ നിന്ന് ആവശ്യമുള്ള സാമഗ്രികളെല്ലാം ശേഖരിച്ച് വാസ്കോഡ് ഗാമയും സംഘവും പോർച്ചുഗലിൽ തിരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഒരു ഫൺ ഫാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലസ് ഫാക്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, വാസ്കോഡ് ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പോൾ എത്രമാത്രം ലാഭം അതിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ ഓർക്കുക, 60 ഇരട്ടി ലാഭമാണ്. ഇനി വാസ്കോഡ് ഗാമ അവിടെ പോയതിനു ശേഷം വാസ്കോഡ് ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇന്ത്യയിലെത്തി. അപ്പോൾ വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം വന്നത് അൽമേഡ, അൽബുക്കർക്ക്, ഗോവ, ദാമൻ ഡ്യൂ എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. പോർച്ചുഗീസുകാരുടെ തുടക്കകാലത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ ഡ്യൂ. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ പ്രധാനമായിട്ടും നിർമ്മിച്ച 2 കോട്ടകൾ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട, രണ്ടും PYQ ആണ് കേട്ടോ. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വിളിപ്പേര് പറങ്കികൾ. ഇന്ത്യക്കാർ പോർച്ചുഗീസുകാരെ അല്ലെങ്കിൽ കേരളത്തിൽ പോർച്ചുഗീസുകാരെയൊക്കെ വിളിച്ചിരുന്നത് പറങ്കികൾ എന്ന പേരിലാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ പരിചയപ്പെടുത്തിയത്. അതുപോലെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. ഇതാണ് ചവിട്ട് നാടകം എന്ന കലാരൂപം. ഈ പറഞ്ഞതെല്ലാം PYQ കേട്ടോ. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു, ചവിട്ട് നാടകം എന്ന കല പ്രചരിപ്പിക്കാൻ കാരണമായതും പോർച്ചുഗീസ് ബന്ധമാണ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കുക. ഇതൊക്കെ പ്രസ്താവനയ്ക്ക് സാധ്യതയുള്ളതാണ്. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി പോർച്ചുഗീസിനുണ്ടായിരുന്നില്ല. ദെൻ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് ഇവിടുത്തെ പല ഭരണാധികാരികളും അവരെ പ്രതിരോധിക്കുന്ന ശ്രമങ്ങളുണ്ടായി. ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ നിലനിൽപ്പിനെ ബാധിച്ചു. സെയിൻറ്റ് ആഞ്ചലോ കോട്ടയുടെ ചിത്രം നമ്മുടെ SCRTയിൽ തന്നിട്ടുണ്ട്. ദെൻ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാറായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. PYQ ആണ്. പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധങ്ങൾ ഏതെല്ലാം മേഖലകളിലാണ് എന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതാണ്. ദെൻ ഡച്ചുകാർ. ഇപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഡച്ചുകാർ കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻഡ്രീഡ് ആയിരുന്നു. PYQ ആണ് കേട്ടോ. ഔഷധ സസ്യങ്ങളെ പറ്റിയുള്ള ഒരു പുസ്തകം ഡച്ചുകാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടു. ഹോർത്തൂസ് മലബാറിക്കസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിന് നേതൃത്വം നൽകിയ ഡച്ചുകാരൻ വാൻഡ്രീഡ് ആണ്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ പുറംചട്ട. ഡച്ച് ഗവർണറായിരുന്നു ഇദ്ദേഹം. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. അപ്പോൾ ഈ കൃതി തയ്യാറാക്കാൻ സഹായിച്ച മലയാളിയായ വൈദ്യൻ്റെ പേരാണ് ഇട്ടി അച്യുതൻ. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഓർത്തിരിക്കുക.
1741 ഡച്ചുകാരുടെ സ്ഥാനം നിലനിൽപ്പ് ഇന്ത്യയിൽ നിന്നും നഷ്ടമാകാൻ കാരണമായ കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിക്കുന്നു. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിക്കുന്നു. ഇതും PYQ ആണ് കേട്ടോ. ഡച്ചുകാരെ ഇന്ത്യക്കാർ വിളിച്ചിരുന്നത് ലന്തക്കാർ എന്ന പേരിലായിരുന്നു. ഇനി ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. അപ്പം ലണ്ടനിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് 1600 കേട്ടോ. ലണ്ടനിൽ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ഇവിടെ നമുക്കൊരു ട്രാപ്പ് കിടപ്പുണ്ട് പ്രസ്താവനയിൽ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി, പേര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നേ ഉള്ളൂ, പക്ഷേ ഇന്ത്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു. PYQ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. ദെൻ മദ്രാസ് അഥവാ ചെന്നൈ, കൊൽക്കത്ത, ബോംബെ ഇന്നത്തെ മുംബൈ എന്നിവിടങ്ങളിലും അവർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ പ്രധാന നഗരങ്ങളിലെല്ലാം അവർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായി. ദെൻ അടുത്തത് ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ. ഇത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അപ്പോൾ ഓരോ വിദേശ ശക്തികളുടെയും യൂറോപ്യൻ ശക്തികളുടെയും കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഫ്രഞ്ചിൻ്റെ വാണിജ്യ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. അത് നമുക്ക് വളരെയധികം സുപരിചിതമാണ് അല്ലേ. പല ഗ്രന്ഥങ്ങളിലും നോവലടക്കമുള്ള കൃതികൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അല്ലേ. സൂററ്റ്, ദിയു, ദാമൻ അല്ലേ, പോർച്ചുഗീസിൻ്റെയൊക്കെ. ദെൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ, ഇനി നമ്മുടെ ഫ്രഞ്ചിൻ്റെ ഗോവ, മാഹി, പിന്നെ വീണ്ടും നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും അതുപോലെ തന്നെ പോർച്ചുഗീസിൻ്റെയൊക്കെ കേന്ദ്രങ്ങളായിട്ടുള്ള കൊച്ചി, കൊല്ലം, മദ്രാസ്, പോണ്ടിച്ചേരി, കാരക്കൽ, കൽക്കത്ത എല്ലാം ഷഫിൾ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങളത് പിക്ചർ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് മാപ്പൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പറയാത്തത്. ദെൻ അങ്ങനെ മാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടികളോടത് പറഞ്ഞിട്ടുണ്ട്. കച്ചവടാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു. അപ്പോൾ അവർക്ക് തുടക്കത്തിൽ തന്നെ കളമൊഴിയേണ്ടി വന്നു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു മത്സരം. അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധം എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. കർണാട്ടിക് യുദ്ധം നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരാണ് പരാജയപ്പെടുന്നത്. ദെൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. അപ്പോൾ മറ്റ് വിദേശ ശക്തികളെ പുറത്താക്കിയ സ്ഥിതിക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരിക്കും പിന്നെ അധികാരത്തിലേക്ക് വരുന്നത് അല്ലേ. വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. അപ്പോൾ ആദ്യം അവർ കമ്പനി സ്ഥാപിച്ചു, കച്ചവടത്തിൻ്റെ കുത്തക അവർ നേടി. പിന്നീട് അവരുടെ ലക്ഷ്യം അധികാരമായിരുന്നു. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. അപ്പോൾ കമ്പനി ആദ്യമായിട്ട് അധികാരം നേടുന്നത് ബംഗാളിലാണ്. ഓർത്ത് വെക്കുക, മുൻവർഷ ചോദ്യമാണ്. ദെൻ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അവിടുത്തെ കാർഷിക സമൃദ്ധി, നല്ല വളക്കൂറുള്ള ഒരു പ്രദേശമായിരുന്നു. അതേപോലെ കച്ചവട സൗകര്യങ്ങൾ,
അവിടെ കച്ചവട സൗകര്യങ്ങൾ, ഇമ്പോർട്ട് എക്സ്പോർട്ടിനൊക്കെ സൗകര്യങ്ങൾ കൂടുതലായിരുന്നു. അതേപോലെ അവർക്ക് അവിടെ വെയർ ഹൗസും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാൻ വളരെ സുഖമുള്ളൊരു സ്ഥലമായിരുന്നു. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. PYQ ആണ് കേട്ടോ. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുന്നത്. 1757. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. അപ്പോൾ ബംഗാൾ പിടിച്ചടക്കാൻ സഹായിച്ച 2 യുദ്ധങ്ങളാണ് 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും. വർഷങ്ങളടക്കം പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും യുദ്ധത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. കർണാട്ടിക് യുദ്ധമാണ്. അപ്പോൾ കർണാട്ടിക് എന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു. പണ്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നു. ഇന്നത് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിച്ചിരുന്നു. ഇനി സിറാജുദ് ദൗലയിലേക്ക് വരുന്ന സമയത്ത് പ്ലാസിയും ബക്സാറും, നമ്മളിപ്പോൾ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും പറഞ്ഞല്ലോ. സിറാജുദ് ദൗലയുടെ സൈനാധിപനായിരുന്ന മിർ ജാഫർ, പേരോർക്ക് കേട്ടോ. നമ്മുടെ സിറാജുദ് ദൗലയുടെ സൈനാധിപൻ്റെ പേരാണ് മിർ ജാഫർ. ഈ മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈനാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണ. ഈ മിർ ജാഫറിനെ നമ്മുടെ ബ്രിട്ടീഷ് സൈനാധിപനായ റോബർട്ട് ക്ലൈവ് സ്വാധീനിച്ചു. അവരുമായിട്ട് രഹസ്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി. ഈ ധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. അപ്പോൾ ചതിപ്രയോഗത്തിലൂടെയാണ് അവർ വിജയിച്ചത്. സിറാജുദ് ദൗലയുടെ സൈനാധിപനായിരുന്ന മിർ ജാഫറിനെ വശത്താക്കി സ്വാധീനിച്ചാണ് ആ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നത്. എന്നാൽ ബക്സാറിലേക്ക് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ബക്സാർ യുദ്ധത്തിൽ വിജയിച്ചത് അവരുടെ സൈനിക ശക്തി കൊണ്ടായിരുന്നു. പ്ലാസി യുദ്ധം ചതിയിലൂടെയായിരുന്നു വിജയിച്ചത്. ഷാ ആലം രണ്ടാമൻ, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ ഷുജാ ഉദ് ദൗല, അവധിയിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗല, ദെൻ മുൻ ബംഗാൾ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ആരെയൊക്കെ എന്ന് ചോദിച്ചാൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിയിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗല, മുൻ ബംഗാൾ നവാബായിരുന്ന മിർ കാസിം എന്നിവരെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയിരുന്നത്. ഞാൻ മാപ്പിലേക്കൊന്നും പോകുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ പതുക്കെ അവരുടെ ആധിപത്യം വ്യാപിപ്പിക്കുകയാണ്. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. അപ്പോൾ മൈസൂറിന് ശക്തി പകർന്ന ഭരണാധികാരിയാണ് ഹൈദർ അലിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും. മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മലബാറിലെ കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചത് മൈസൂറിൻ്റെ ആധിപത്യമായിരുന്നു. മൈസൂറിൻ്റെ ആധിപത്യം നമ്മൾ പഴശ്ശി യുദ്ധം പറഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അല്ലേ. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ പ്രേരിപ്പിച്ചു. അപ്പം മൈസൂർ കീഴടക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൈസൂറിലേക്ക് കൈവെക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന താല്പര്യം, ഒന്ന്, മലബാറിനെ കീഴ്പ്പെടുത്താൻ മൈസൂർ ഒരു തടസ്സമായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രഞ്ചുകാരും ടിപ്പു സുൽത്താനും നല്ല സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ രണ്ടും ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളാണ്. ഇതൊക്കെയാണ് മൈസൂറിലേക്ക് കണ്ണുവെക്കാൻ ബ്രിട്ടീഷുകാർക്ക് കാരണമായത്, ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. അപ്പോൾ ടിപ്പു സുൽത്താൻ മരണം വരിക്കുന്നത് 4ാം മൈസൂർ യുദ്ധത്തിലാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ
കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. അപ്പോൾ മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷിൻ്റെ ആധിപത്യത്തിലായി. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ കേരള ചരിത്രം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിനു ശേഷം ടിപ്പു സുൽത്താനുമായിട്ട് ശ്രീരംഗപട്ടണത്ത് വെച്ച് ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടി അനുസരിച്ചാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്. അപ്പോൾ മലബാർ ലഭിക്കാൻ കാരണമായത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത്. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കിയുള്ള മൈസൂർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വലിയ ക്ലാസ്സുകളിലാകുമ്പോൾ പഠിക്കും. മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ മൈസൂറും അവരുടെ പരിധിയിലായി അല്ലേ, ബംഗാൾ, മൈസൂർ. പിന്നീട് അവർ കണ്ണുവെക്കുന്നത് മറാത്തയിലാണ്. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവർ കണ്ണുവെക്കാൻ ഓരോ കാരണമുണ്ട്. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിക്കാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. സിന്ധ്, പഞ്ചാബ്, അവധ്. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. ഡെൽഹൌസി പ്രഭു, ഇത് വെല്ലസിയാണ് കേട്ടോ, വെല്ലസി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. ഡെൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും. അപ്പോൾ വെല്ലസി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. ഓർക്കുക, വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ദെൻ ഈ ഫാക്ട് ഓർക്കുക, സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. അപ്പോൾ നമ്മുടെ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഇനി ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. സൈനിക വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അപ്പോൾ സൈനിക വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന രാജ്യത്തിന് സൈനിക സഹായം, സുരക്ഷയൊക്കെ ഉറപ്പു നൽകി. ആ രാജ്യം ഭരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ കമ്പനിയുടെ തന്നെ, ബ്രിട്ടീഷ് കമ്പനിയുടെ തന്നെ പ്രതിനിധികളായിരുന്നു. ദെൻ ദത്തവകാശ നിരോധനം എന്ന് പറയുമ്പോൾ പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ പിൻതലമുറക്കാരിൽ രാജ്യം ഭരിക്കാൻ പറ്റുന്ന ആൺകുട്ടികളില്ല എങ്കിൽ അതിന് പ്രാപ്തരായ ആൺകുട്ടികളെ ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവർക്ക് രാജാധികാരവും ലഭിച്ചിരുന്നു. ഡെൽഹൌസി പ്രഭു വന്നിട്ട് ഇതെന്ത് ചെയ്തു? നിരോധിച്ചു. അങ്ങനെ ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷാനന്തരാവകാശി ഇല്ലാത്തൊരു രാജ്യം മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഝാൻസി റാണിയൊക്കെ രംഗത്ത് വരുന്നത് ഇതിനെതിരെ. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. അപ്പോൾ ഈ തന്ത്രങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ പ്രദേശങ്ങൾ ഏകീകൃത ഭരണം നടപ്പിലാക്കി. അപ്പോൾ ഏകദേശം എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്നതിന് ശേഷം അവരെന്ത് ചെയ്തു? കൃത്യമായിട്ടൊരു ഏകീകൃത സംവിധാനം കൊണ്ടുവന്നു. അവരുടെ ഭരണം നല്ല രീതിയിൽ, അതായത് അവർക്ക് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി.
അപ്പോൾ കമ്പനി അധികാരത്തിലേക്ക് വന്നത് പ്രധാനമായിട്ടും 2 മാർഗത്തിലൂടെയാണ്, യുദ്ധങ്ങൾ വഴിയും നിയമ നിർമ്മാണങ്ങൾ വഴിയും. യുദ്ധങ്ങൾ വഴി വന്ന സ്ഥലങ്ങൾ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം എന്നിവയിലൂടെ ബംഗാളിൽ വന്നു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാറിലും കൂർഗിലും വന്നു. മറാത്ത യുദ്ധങ്ങളിലൂടെ മറാത്തയിൽ വന്നു. ദെൻ ഇനി നിയമനിർമ്മാണം വഴിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, തൊട്ട് മുന്നേ പറഞ്ഞത് സൈനിക സഹായ വ്യവസ്ഥ, ദത്ത് അവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭരണം ഏറ്റെടുത്തു. ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ അധികാരം ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തി. ഇങ്ങനെ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവരെന്ത് ചെയ്തു? ഏകീകൃത സംവിധാനം നടപ്പിലാക്കി. സോ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംഗ്രഹം കൂടി നമുക്ക് നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. അപ്പോൾ നെതർലാൻഡും കൂടി ഇവിടെ പറയുന്നുണ്ട്. നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. ഇനി ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. കച്ചവടാധിപത്യത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു അല്ലേ? അവസാനം ഇംഗ്ലണ്ട് മാത്രമാണ് ഇവിടെ നിലനിന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകളെയും ഇംഗ്ലണ്ട് ഇടപെട്ട് തന്നെ ഇവിടെ നിന്ന് ഓടിക്കുകയുണ്ടായി. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. അപ്പോൾ ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യയെ പിടിച്ചടക്കിയ കാര്യം വരെ നമ്മൾ പറഞ്ഞു. ഇതിനു ശേഷമുള്ളത് നമ്മൾ പുതിയ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.